ഒരു നായകൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലും അഭിനയിക്കണം. ക്യാമറ ട്രിക്കാണ് ഇങ്ങനെ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്തിനാണ് ഭർത്താവിനെ അഭിനയിക്കാൻ വിടുന്നത്? വീട്ടിൽ ഇരുത്തിക്കൂടെ? റൊമാൻസ് ചെയ്യുമ്പോഴത്തേന് കയ്യിൽ പിടിക്കേണ്ട വരും, ഇങ്ങനെ പിടിക്കേണ്ട വരും. കുഞ്ചാക്കോവിന് ശാലിനിക്ക് ശേഷം ഇപ്പം കേരളത്തിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് പ്രതീഷും രേണു. രണ്ടുപേരും തമ്മിൽ പ്രണയമാണോ? എനിക്ക് പേഴ്സണൽ മെസ്സേജ് അടക്കം വരുന്നുണ്ട്. സത്യം പറ, ഇതാര്? നിങ്ങൾ ഭയങ്കര ഹഗ് ചെയ്തിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയുള്ള അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. കണ്ടിട്ട് വൈഫ് വല്ലോ പറഞ്ഞു മാങ്ങയുള്ള മാവിലെ ആൾക്കാരെ കല്ലെറിയും, അത് മനസ്സിലാക്കിയാൽ മതി. അടുത്ത സീന് നീ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വെക്കണ സീനാ പറഞ്ഞ സിനിമ കിട്ടിയ ഒരാളെന്താ ചെയ്യാ? അയ്യോ പറ്റില്ല, എന്റെ ഭാര്യ എങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ അതേതാണ് എന്റെ വീട്ടിൽ. എന്നെ സംബന്ധിച്ച് ഇവനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിലും പോലും ഞാൻ അഭിനയിക്കും. അഭിനയം എന്റെ പാഷനാണ്, എന്റെ ജോലി. അത് ഞാൻ കെട്ടിപ്പിടിക്കണമെന്നാണ് എനിക്ക് ഓക്കെ ആണോ? അയ്യോ എനിക്ക് പറ്റത്തില്ല, കെട്ടിപ്പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തിനാടി ഈ അഭിനയത്തിനോട്? നീ വീട്ടിലിരിക്കാൻ പറ്റില്ല. റിലേറ്റീവ്സിൽ ആരെങ്കിലും അഭിനയിച്ചതിന് ശേഷം ആരെങ്കിലും തരത്തിൽ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും? വൈഫിന്റെ ആൾക്കാരൊക്കെ ഒന്ന് രണ്ടുപേരൊക്കെ ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നാളെ നിങ്ങളെ ചേർത്തൊരു ഗോസിപ്പ് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? പറയണവർ പറയട്ടെ പറയും. അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. അതിൽ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പാണ്. എൻ്റെ കരിയർ ആണെങ്കിൽ ശരി, അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴ പ്രതീക്ഷ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ചേച്ചി ആരുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് നിൽക്കട്ടെ, അപ്പൊ ഗോസിപ്പ് വരും. രേണു സുധീരോട് ആരഭിനയിച്ചാലും ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് ഒരു ഇരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്റെ തലയിലോട്ട് ആ മുൾക്കിരീടം വെച്ചിട്ട് ദാസേട്ടൻ മുക്കി എന്ന് പറയാം. പല ആൾക്കാരും പോക്ക് കേസാണെന്ന് പറയുന്ന ആൾക്കാർ സത്യം പച്ചക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോക്ക് കേസാ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ പല ആൾക്കാരുടെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞിട്ട് ആരുടെ ഒപ്പം നടക്കണം കണ്ടിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞു നേരെ വണ്ടി കയറി നേരെ വീട്. പക്ഷെ ഒരു ഗ്രഹനാഥൻ ഇല്ലാത്ത വീട്ടില് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റിന്റെ കാര്യമാണ്. അത് എല്ലാ ആക്ടേഴ്സും ചെയ്യണ പോലെ ആ ചേച്ചിക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ആക്ടിങ് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കുടുംബത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ആ ആള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരൊറ്റ ആളും വന്നിട്ട് മോളെ 10 രൂപ നിന്റെ കയ്യിൽ കൊടുക്കുന്ന പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ട്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായിട്ടുള്ളത് പ്രതീഷും രേണു സുധിയാണ്. ഹായ്. ഹായ്. എന്താ പറയാ, കുഞ്ചാക്കോവിന് ശാലിനിക്ക് ശേഷം ഇപ്പം കേരളത്തിൽ ഹിറ്റായിട്ട് നിൽക്കുന്ന രണ്ടുപേരാണ് പ്രതീഷും രേണു. അതെ, എനിക്കൊന്നും പറയാൻ എനിക്ക് വയ്യ. രണ്ടാൾക്കാർ ഇത് കേൾക്കാതിരുന്ന മാത്രം. അതേ ഉള്ളൂ. ചാക്കോച്ചനും ശാലിനി ചേച്ചി ഇത് കേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം. ഒറ്റ പ്രശ്നമാണ്, വേറെ ഒരു കുഴപ്പമില്ല. ആര് കേട്ടാലും ഇല്ല. കാരണം എന്താ, ഹിറ്റ് കപ്പിൾസ് ആവാണ്. ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ പേരായിട്ട് വളരെ സന്തോഷം. ആൽബം തന്നെ 1 മില്യൺ അടിച്ചു. പിന്നെ അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞതിനകത്തിൽ എന്താ തെറ്റുള്ള? സത്യമല്ലേടാ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ പറയൂ, ഇവനെ ഞാനെന്നും പറയുന്നില്ല, ഇനി ഇവനെ കൊണ്ട് കുറച്ച്. അതെ, ഓക്കെ. എന്നാൽ ആദ്യം നമുക്ക് പ്രതീഷിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പ്രതീഷ് എന്താ പറയാ, നമുക്കറിയാം പാലക്കാടൻ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി യൂട്യൂബർ ഒക്കെയാണ്. പക്ഷേ ഓക്കെ, അറിയാൻ, അതായത് പ്രേക്ഷകർക്ക് അറിയാൻ കൂടുതൽ താല്പര്യമുണ്ട് പ്രതീഷിനെ പറ്റിയിട്ട്. പെട്ടെന്ന് ദാണ്ട് ഒരു ആൽബത്തിൽ വരുന്നു, ഹിറ്റ് ആവുന്നു, നായകൻ കൊള്ളാലോ, ആഹാ രേണു സുധിക്ക് ചേരുന്ന പയ്യനോ, ഇതൊക്കെ പറഞ്ഞ് കൈ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രതീഷിനെ പറ്റിയിട്ട്? എന്റെ സ്ഥലം പാലക്കാടാണ്. പാലക്കാട് പഴമ്പാലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ സ്ഥലം, ശരിക്കുള്ള സ്ഥലം. പിന്നെ യൂട്യൂബ് എന്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലെവലിലാണ് ഇത്രയും കാലം പോയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ആൽബം കുറെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈമാണ് വൈറലായിട്ടൊരു വർക്ക് വരുന്നത്. അതും രേണു ചേച്ചിന്റെ ഒപ്പം വന്നപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് വരുന്ന സമയത്ത് കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു എയറിലായിരിക്കും. ഫസ്റ്റ് കോള് വരുന്ന സമയത്ത് ഡയറക്ടർ പറഞ്ഞു രേണു സുധിന്റെ ഒപ്പമാണ്, ഉറപ്പായിട്ട് എയറിലായിരിക്കും, ഓക്കെ ആണെങ്കിൽ മാത്രം നീ കാര്യം പറഞ്ഞാൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്യാം. ചേച്ചിന്റെ ഒപ്പം എല്ലാം അവിടെ ചെയ്തു. ഫസ്റ്റ് ഡേ നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ ബോധം ഏകദേശമൊക്കെ ആ ടെൻഷനായിട്ട് കയ്യിന്നേ പോയി. എന്റെ ഒരു അരമണിക്കൂർ സൈലന്റ് ആയിരുന്നു. അരമണിക്കൂർ ഒന്നും വിട്ടു. അപ്പൊ ചേച്ചി എന്താ ചോദിച്ചു, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്റെ ഒപ്പം അഭിനയിക്കണ ആരും കൂടെ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ചോദിച്ചു. ആ പ്രശ്നം ഈ ചോദിക്കല് ആ ഷൂട്ട് കഴിയണ വരെ എന്നെ ചോദിച്ചിട്ടുണ്ട്. ഓരോ സീൻ എടുക്കണ സമയത്തും ഓക്കെ ആണോ, ഈ ടേക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പറയാം, അല്ലെങ്കിൽ ഹഗ് ചെയ്യണ സീന് ഓക്കെ ആണെങ്കിൽ പറയും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. കാരണം ഐശ്വര്യ, ഞാൻ ആരുടെ കൂടെ അല്ലെങ്കിൽ രേണു സുധീരോട് ആരഭിനയിച്ചാലും ഇപ്പൊ ദാസേട്ടൻ കോഴിക്കോട് ഒരു ഇരയായിരുന്നു.
കുറച്ച് നാളത്തേക്ക് നല്ല ഇരയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് ഇവന്റെ തലയിലോട്ട് ആ മുൾക്കിരീടം വെച്ചിട്ട് ദാസേട്ടൻ മുങ്ങി എന്ന് പറയാം, മുങ്ങിയതല്ല കേട്ടോ. അപ്പം ഞാൻ തമാശക്ക് പറഞ്ഞാണ്. അപ്പം ഞാൻ ഏത് സീൻ എടുക്കുന്നതിന് മുന്നേ ഞാൻ ഇവന്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അടുത്ത് പറയും, പ്രതീഷ് ഓക്കെ ആണോ, അല്ലെങ്കിൽ ഹഗ് ചെയ്യാൻ അവൻ ഓക്കെ ആണോ, അവൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഫാമിലി ഓക്കെ ആണോ, നമുക്ക് അതേ പറ്റത്തുള്ളൂ. ഒരു നടൻ ആക്ടർ ഉണ്ട്, രേണു ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ആൾക്ക് ഫാമിലി ഉള്ളതല്ലേ, അപ്പൊ അവർ ഓക്കെ ആണോ രേണു സുധീരോട് അഭിനയിക്കാൻ, കാരണം നാളെ കല്ലുകടി ഉണ്ടാവരുത്, പറയരുത്. ഇവനിപ്പോ ഓക്കെയാണ്, ഇവന്റെ ഫാമിലി ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു ഇവനേക്കാൾ കൂടുതൽ എന്നെ വിളിക്കുന്നത് ഇവന്റെ വൈഫാണ് സംസാരിക്കുക. ആ കുട്ടി വെറും പാവം, അതാണ് എന്റെ അടുത്ത് സംസാരിക്കുന്നത്, ഞങ്ങളുടെ സ്വന്തം ചേച്ചി എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ആ ആൽബം പോയി, ജനഹൃദയങ്ങളിലേക്ക് എത്തി, അതിപ്പോ കരോക്കെ ഇറങ്ങി. ഭയങ്കര ഭയങ്കര സന്തോഷം തന്നെ. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ആക്ട്രസ് എന്ന നിലയിൽ ആ ആൽബത്തിൽ അഭിനയിച്ച് എന്താ പറയുക, ദൈവാനുഗ്രഹം തന്നെ ഞാനത് പറയുന്നത്. ഇത് കുറ്റങ്ങളും കുറവുകളൊക്കെ ഒരുപാട് പേര് പറയും, നെഗറ്റീവ്സ്, അതൊന്നുമല്ല എന്റെ വിഷയം. അങ്ങനെ ഒരു അത്രയും മനോഹരമായ ഒരു സോങ്ങില് എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് ഭയങ്കര. അതുപോലെ ഇവനെ പോലെ അങ്ങനെയല്ല കേട്ടോ, ഇത് നല്ല ആർട്ടിസ്റ്റ് ആണ്, അടിപൊളി. ഇവൻ ഭയങ്കര നിഷ്കളങ്കനാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആൽബം കാണുന്നില്ല, ഞാൻ ഒരു ദിവസം ഒരു 5-8 പ്രാവശ്യം ആ പാട്ട് കാണും. ഇവനെ കാണാനാണ്, അതായത് ഇവന്റെ അഭിനയം കാണാനാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇവന്റെ അഭിനയം. ഞാൻ എന്റെ ഭാഗം നോക്കത്തില്ല, ഇവനെ ഇവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഇവനെ കാണാനാണ് ഞാൻ നോക്കണത്. ഓൾറെഡി പ്രതീക്ഷ ഭയങ്കര എന്താ പറയാ, ഭയങ്കര എനിക്ക് തോന്നുന്നു ചേച്ചീനെ പേരായിട്ട് കിട്ടിയതാണ് സത്യം പറഞ്ഞ പ്രതീക്ഷയിലേക്കെന്ന് പറയാല്ലേ. കാരണം ഇതിനു മുമ്പ് കൊറേ ആൽബം അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കൊറേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്ര മാത്രം ഹൈപ്പ് ചെയ്തിട്ട് ഒരു സംഭവമില്ല. കാരണം എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഒക്കെ ഇങ്ങനെ വൻ റീച്ച്. കാരണം കഴിഞ്ഞാൽ ഈ ആൽബം തുടങ്ങുന്നതിന് മുമ്പ്, കാരണം മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ അക്കൗണ്ട് 500K ആണ് അക്കൗണ്ട് റീച്ച് ഉണ്ടായിരുന്നത്. ഇപ്പൊ 33 മില്യൺ അക്കൗണ്ട് റീച്ച് വന്ന് കിടക്കുന്നത്. 2-3 ആഴ്ച മുകളിൽ ആയിട്ടുള്ളൂ. അതിന്റെ പുറമെ കുറെ ആൽബം ചെയ്തിട്ടുണ്ടെങ്കിലും വേറെ വർക്കുകൾക്ക് നമ്മളെ വളരെ റയറായിട്ടാ വിളിക്കുക. കാരണം കുറച്ച് ഗ്യാപ്പ്. ഈ ഒറ്റ വർക്കില് എനിക്ക് കിട്ടിയത് ഒരു സിനിമ കിട്ടി. അത് ഈ ചേച്ചിന് ഇപ്പൊ അഭിനയിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 2, 3, 4 ആൽബം വന്ന്, പിന്നെ വെബ് സീരീസ് വന്ന്, പിന്നെ ഷോർട്ട് ഫിലിം വന്ന്. സത്യം പറഞ്ഞാൽ വേറെ ഇതുവരെ ഞാൻ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്നും ഇത്രയ്ക്കായിട്ടുള്ള ഒരു ഹൈപ്പ് എനിക്ക് വന്നിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അതിന്റെ പ്രൊഫൈലിലാണെങ്കിലും അത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ വ്യൂവേഴ്സിന്റെ കാര്യം എല്ലാം അറിയാം. പിന്നെ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഡ്രീമാണ്. ഇപ്പൊ എന്റെ ആയാലും ഇപ്പൊ ചേച്ചിന്റെ ആയാലും എല്ലാം ഒരു ഭയങ്കര ഡ്രീമാണ്. അങ്ങനെ ഡ്രീം പെട്ടെന്ന് ആ ആൽബം ഇറങ്ങിയിട്ട് ഒരാഴ്ചനുള്ളിൽ എന്നെ തേടി എത്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യമാണ്. അതില് വലിയൊരു പങ്ക് ചേച്ചിക്ക് ഉണ്ട്. 101% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ചേച്ചി ഉള്ളതുകൊണ്ടാണ് ആ സാധനം കാണാൻ ആൾക്കാർ കാണാൻ ഇടയായത്. അതുപോലെ തന്നെ നെഗറ്റീവ് ആണ് ഫുള്ള്, പക്ഷെ നെഗറ്റീവ് പറയാനാണ് ആള് കാണുന്നത്. അതാണ്. പക്ഷെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ സിമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു ആൽബം അഭിനയിച്ചു, അതിൽ വേറൊരു നായികയാണ്. ഇത് ഏറിപ്പോയ എന്റെ വ്യൂവേഴ്സ് എത്രയാവുന്നുള്ള എനിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അത് ആ ആളുള്ളതുകൊണ്ടാണ് ആ ആൽബം 7 ദിവസത്തിനുള്ളിൽ 1 മില്യൺ അടിച്ച്. അത് ആൽബത്തിൽ അതിന് മുമ്പ് 1 മില്യൺ അടിച്ചു. കാരണം അതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം എന്റെ വേറൊരു ആൽബം ഇറങ്ങി, സെയിം ഞാൻ അഭിനയിച്ച ആൽബം, അതത്ര എത്തിയില്ല. ചോടിന്ന് ഞാൻ പറഞ്ഞത് വെറുതെ കാരണം രണ്ടുപേരും തമ്മിൽ പ്രണയമാണോ പേഴ്സണൽ മെസ്സേജ് അടക്കം വരുന്നുണ്ട്. സത്യം പറ, ഇതാര് സത്യം രേണു ചേച്ചിന്റെ ഇതാരാണ്? അത് ഡയറക്ടർ സാറാണ്. ഒരിക്കലും അല്ല. മഹേട്ടനും ഞാനും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് നല്ല കെയറിങ് ആണ്. കാരണം നമ്മൾ ഒരുപാട് നെഗറ്റീവ് കിട്ടി. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതുപോലെ സുഭാഷ് ശിവ സാറ്, 2 പേരാണ് ഡയറക്ടേഴ്സ്. അപ്പൊ ഈ ദയാവധത്തിന്റെ ഫസ്റ്റ് ഷൂട്ടിന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മീഡിയക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട്, രേണുവിന് നോക്കി ഫുള്ളും നെഗറ്റീവ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക്. പിന്നെ പറഞ്ഞിട്ടുണ്ട് അവളൊരു ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. കൊച്ചിൻ സംഘമിത്രയെ പോലെയുള്ള ഇത്രയും വലിയ സമിതിയുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് രേണു സുധി. രേണുവിന് എന്തെങ്കിലും കഴിവില്ലാതെ സംഘമിത്ര ഏതായാലും നാടകത്തിൽ നിർത്തത്തില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെയാണ് അവളെ വിളിച്ചത്. ഭയങ്കര സപ്പോർട്ടാണ് മഹേട്ടൻ, ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് ഇട്ടത്. അതിനകത്ത് പ്രണയമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇതുവരെ ഇട്ടില്ല. അപ്പം നല്ല സപ്പോർട്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോണത്. നല്ലൊരു കെയറിങ് ഉള്ള ഒരാള് തന്നെയാണ്. കൂട്ടുകാരനാണ് കേട്ടോ. എല്ലാരും അല്ല, ഈ ഒരു കാര്യം പറയപ്പെടാം. പ്രതീക്ഷ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ചേച്ചി ആരുടെ കൂടെ എവിടെയെങ്കിലും ഒന്ന് നിക്കട്ടെ, അപ്പൊ ഗോസിപ്പ് വരും. അനിയന്മാരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഈ തരത്തിൽ ഇങ്ങനെ ആൽബത്തിലേക്ക് ക്ഷണിക്കുന്ന ടൈമിൽ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു? എനിക്ക് ടെൻഷൻ, എന്റെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. വൈഫാണെങ്കിൽ ശരി, അച്ഛനാണെങ്കിൽ അമ്മയും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോ ഈ നമ്മുടെ ഡയറക്ടർ വിളിച്ച സമയത്ത് ഇങ്ങനെ ഈ കോസ്റ്റ്യൂം ഉറപ്പായിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും, അത് ഞങ്ങൾ ലൗഡ് സ്പീക്കറിലാണ് അയക്കുന്നത്. അമ്മ എടുത്ത് വയ്ക്കി ഓക്കെ പറയടാ
ധൈര്യമായിട്ട് പറഞ്ഞു. കാരണം അമ്മ ഓൾറെഡി എന്റെ വീട്ടിൽ പറഞ്ഞാൽ ലോകത്തുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും എന്റെ വാക്കുന്ന് അത് എന്താന്ന് കേട്ടതിന് ശേഷം മാത്രമേ അത് ഫൈനലൈസ് ചെയ്തിട്ട് അവര് ആക്കത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം. അപ്പോ അമ്മ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അത് ആക്ടിങ് ആണ്. ആക്ടിങ് ആയി നിൽക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ട് സെക്ഷൻ ആണല്ലോ, അത് മാത്രം ചിന്തിച്ചാൽ മതി. നാട്ടുകാർ മാത്രം അഭിനയം പറയാം. നമ്മൾ നാട്ടുകാർ മാത്രം നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരിക്കത്തേ ഉള്ളൂ. കാരണം 4 ആൾക്കാർക്ക് 4 അഭിപ്രായം ആയിരിക്കും. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത് പ്രതീക്ഷ അഭിനയിച്ച കൊണ്ടാണ് ഞാനും ഒന്ന് അടിപൊളിയായിട്ട് എന്താ പറയുക ഈ സംഭവം ഇത്ര ക്ലിക്ക് ചെയ്ത് ഞാൻ പറയുന്നത്. കാരണം അത്ര നിഷ്കളങ്കമായിട്ടാണ് അവൻ അഭിനയിച്ചത്. കരിമിഴി കണ്ണാലെ ആ ഒരു നായകൻ തുടി കൊട്ടുന്ന ഒരു നായകന് വേണ്ടുന്ന കൂടുതൽ നിഷ്കളങ്കത്വമാണ് അവന്റെ ഫേസിൽ മിന്നി മറിഞ്ഞത്. സോ എനിക്കും അഭിനയിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഹിറ്റ് കോംബോ ഇനി അങ്ങോട്ട് തുടർന്ന് കുറെ പ്രതീക്ഷിക്കാം. ഇനി വരാനുണ്ട്, ഞങ്ങളുടെ ഒരുപാട് വർക്കുകളുണ്ട്. നമ്മുടെ എന്താണ് പെരുന്നാളിന് ഒരു അടിപൊളി വലിയ പെരുന്നാൾ ഇപ്പൊ ഒരു അടിപൊളി സാധനമാണ്. അത് പറഞ്ഞാൽ നല്ല വിഷ്വൽസ്. ഇതുവരെ രേണു ചേച്ചി ചെയ്യാത്തൊരു സാധനം ഉറപ്പായിട്ട് എയറിൽ കയറുന്ന എയറിൽ കയറും, എയറിൽ കയറാതിരിക്കാം, എന്തോ ആവാം. അങ്ങനത്തെ 2 ആൽബം, ഒരു വെബ് സീരീസ് ഇംഗ്ലീഷ് വെബ് സീരീസ്. അത് ജംഗിൾ സ്റ്റോറീസ്. അത് അടിപൊളി സാധനമാണ്, വെറൈറ്റി ആണ്. ഇംഗ്ലീഷ് വെബ് സീരീസ് ഒക്കെ ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന സംഭവമാണ്. പിന്നെ അതിന്റെ ശേഷം പിന്നെ ഷാഹിദ് പുത്തനത്താണിയുടെ ഒരു വർക്ക് വരുന്നത്, അത് വേര് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം, ഒരു വെബ് സീരീസും ആണ്. ആ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരായിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തു പറയേണ്ട അലൻ ജോസ് പെരേരയോടൊപ്പം ഞങ്ങളാണ് അതിനകത്ത് ലീഡിങ് ആൾക്കാർ. 3 പേരും കുറിച്ചിട്ടാണ് ഫസ്റ്റ് അത് വരുന്നത്. ആൽബം ചെയ്യുന്നുണ്ട് പോലെ ഇത് അങ്ങനെ സീരീസ്. പിന്നെ കിസ്മത്ത് വിഷന്റെ അടുത്ത ആൽബം വരുന്നുണ്ട് 31-ാം തീയതി. അതേ ടീം 31-ാം തീയതി തൃശ്ശൂർ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സംഭവം വരുന്നുണ്ട്. അതിലത്തെ കോസ്റ്റ്യൂമും ചേച്ചി ഇതുവരെ ചെയ്യാത്ത കോസ്റ്റ്യൂമാണ്. അതെ അതെ അതെ, എല്ലാം വെറൈറ്റി തീമും എല്ലാം കൊണ്ടും വെറൈറ്റിയാണ്. സത്യം പറഞ്ഞാൽ ഒരൊറ്റ ആൽബത്തില് ഏറ്റവും കൂടുതൽ ക്ലച്ച് പിടിച്ച് ഞാൻ മാത്രമേ ഓരോരോ ഗിയർ മാറ്റി പോകാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു വർക്ക് കമ്മിറ്റ് ചെയ്തിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും പ്രതീക്ഷ ഒരു വർക്കും കൂടി ഉണ്ട്, നമുക്ക് രേണു ചേച്ചിനെ വെച്ചിട്ട് സന്തോഷം. പ്രതീക്ഷ ഹലോ രേണു ചേച്ചി സന്തോഷം. പൊക്കോ ചേട്ടാ, പൊക്കോ ചേട്ടാ, രേണു ചേച്ചിയല്ലേ പൊക്കോ, വർക്ക് ചെയ്തോ. അതാണ് വീട്ടിലൊന്നും അങ്ങനെ സീനില്ല. കാരണം നമ്മുടെ ലവ് മാരേജ് ആണ്. അപ്പൊ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് അറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല, സന്തോഷമായി പോകണ്ടേ ഞങ്ങൾ. അതെ അതെ, കമന്റ്സിൽ അതിലും അതെ എന്ന് വെച്ചാല് ഇതില് നിങ്ങള് റിയൽ കപ്പിൾസ് ആണ്, റിയൽ ലൈഫ് കപ്പിൾസും അതുപോലെ തന്നെ സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട്. എന്തായിരുന്നു അമ്മുവിന്റെ ഒരു റിയാക്ഷൻ? എന്തായിരുന്നു ഇത്രത്തോളം 1 മില്യൺ ഒക്കെ അടിച്ചപ്പോ? അമ്മു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്താണ്, അമ്മു ആൽബം കണ്ടൂർ എനിക്ക് തോന്നുന്നു നന്നായി ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം നന്നായി ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു കമന്റ് ബോക്സ് നോക്കും, ഡാ നായകൻ പൊളി. അപ്പൊ ഞാനിങ്ങനെ നായകൻ പൊളിയിട്, കുഴപ്പമില്ല. അപ്പൊ പിന്നെ 10 മിനിറ്റിന് പറയും നായകൻ പൊളിയായിട്ടല്ല, ആ ചേച്ചി അടിപൊളിയാവുന്ന ആൾക്കാർ കാണാൻ വന്നതാണ്. പിന്നെ ആ ചേച്ചി നില നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് 1% നിന്നെ പോസിറ്റീവ് ആക്കുന്നത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം പറഞ്ഞാൽ അതില് ഇപ്പൊ എത്ര വലിയ ആൾക്കാരെ കൊണ്ട് ചെയ്താലും അവര് ക്ലിക്ക് ആവത്തില്ല. അതിപ്പോ ചേച്ചി ഓൾറെഡി നെഗറ്റീവ് നിൽക്കണതിനും കൂടെ ഞാൻ പറയുന്നില്ല, പല ആൾക്കാർക്കും അവര് കാണുന്നതാണ്. കാരണം ഈ ചേച്ചിനെ ശരിക്കും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ചേച്ചിനെ കാണുന്നതിന് മുമ്പ് ചേച്ചിന് ഇന്റർവ്യൂസ് കാണും. ആ കാണുന്ന സമയത്ത് ഈ ഇന്റർവ്യൂ കേൾക്കും, പക്ഷെ ഞാൻ കമന്റ് ബോക്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ആ കമന്റ്സിൽ പറയുന്ന ആൾക്കാർ പറയുന്നതാണ് ഈ ചേച്ചി എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക് നമ്മൾ എത്തിവരുമല്ലോ. പക്ഷെ അതല്ല ആള് ടോട്ടലി ഡിഫറെന്റ്. അത് ആ ചേച്ചിനെ പരിചയമുള്ള ഏതൊരു വ്യക്തിക്കും അറിയാം. അത് പറയാത്ത പല ആൾക്കാരും വന്നിട്ട് പറയുന്ന പല വേർഡ്സ് ഉണ്ട്. കാരണം എന്താണ്, ഞാൻ കണ്ണൂർ ഷൂട്ടിന് ഇപ്പൊ തൻസീർഖാന്റെ ഷൂട്ടിന് പോയ സമയത്ത് ഈ തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് ആ കണ്ണൂർ എത്തണ വരെ പോലീസുകാർ മുതൽ TTR വരെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് മിണ്ടാതിരിക്കും, ഇതിനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണത്തില്ലേ, അപ്പോഴേക്കും അപ്പുറത്തെ ഒരാളൊന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. കാരണം നേരിട്ട് കാണുന്ന ഒരാൾ പോലും നീ എന്താ കിടന്ന് കാണിക്കണ്, നീ എന്ത് തേങ്ങ ചെയ്യണെന്ന് ഒരാളും പറയില്ല. നടത്തിയിട്ടേ ഇല്ല നേരിട്ട് കാണുന്നവരെ. കാരണം പറഞ്ഞാ ചേച്ചി ക്യാമറയിൽ കാണുന്ന ലുക്കല്ല
ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പലതവണ അടയ്ക്കും. അപ്പൊ എടാ മതിയടാ പോകാം. ഇല്ല ചേച്ചി എന്റെ അടുത്ത് ഒന്ന് കേട്ട് എന്നെ മടുത്തത്. അല്ല ഓരോ ആൾക്കാർ വന്നിട്ട് സുധീലായിട്ട് ഒരു 12 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴും ചേച്ചി ഇങ്ങനല്ല കേട്ടോ, നേരിട്ട് നേരെ ലുക്കാ ചേച്ചി. അത് പിന്നെ വിഷു അവരുടെ ക്യാമറ മീഡിയസുകാര് തലയുടെ മുകളിൽ വെച്ചിട്ട് എടുക്കും. ഞാൻ ഓന്ത് ഏറ്റവും കൂടുതൽ ഓന്തുമായിട്ടാ സാമ്യം ചെയ്യുന്നത്. കറക്റ്റാ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുമ്പോഴേ ക്യാമറ എങ്ങനെ വരുമ്പോ എന്റെ മൂക്ക് നല്ല നീണ്ട, ഇവിടെ ഒരു പാലത്തിന് ഒരു പ്രശ്നമുള്ള മൂക്ക. അപ്പം ഊത്തിന്റെ കറക്റ്റ് ഫിഗർ അവന്മാരെ എടുത്തു വെച്ച് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഓന്തിനെ പോലെ ഇരിക്കുന്ന അതിനകത്ത് നോക്കണം. പക്ഷെ എന്നെ നേരിട്ട് കാണുമ്പോ ഓന്തുമില്ല ഒന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഓന്താണെങ്കിലും പല്ലിയാണെങ്കിലും അരനാണെങ്കിലും ഞാൻ ഹാപ്പിയാണ്. അതൊക്കെ ജീവികളാണ്. ഹാൻഡ്സ് വെച്ചിട്ടാണ് അവൾ അഭിനയിക്കുന്നത്. എന്റെ പല്ലിന്റെ അതിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു വീഡിയോ ഹാൻഡ്സ് വെച്ചിട്ട് കണ്ണുകുട്ടന്മാരാണ്. ആരെങ്കിലും ഹാൻഡ്സ് വെച്ചിട്ട് ആൽബം ചെയ്യുമോ? സംശയം ചോദിച്ചോട്ടെ, ഉറങ്ങാൻ സമയം ഈ ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ ചോദിക്കാൻ ഉറങ്ങത്തില്ല. ബസ് എപ്പൊ നോക്കിയാൽ ഇവക്കാണ് സ്റ്റാറ്റസ് അങ്ങോട്ട് ഷൂട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത്. ചേച്ചി എപ്പോഴാണ് ഉറങ്ങുന്നത്? എന്നോട് പ്രതീഷിന്റെ വൈഫ് അമ്മൂസ് ഇന്നലെ ചേച്ചി ഒന്ന് റെസ്റ്റ് എടുക്ക്, ചേച്ചിക്ക് ആക്സിഡന്റ് പറ്റിയതല്ലേ ചേച്ചി. അവൾക്ക് സങ്കടം. ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ജീവിക്കണ്ടേ, ആരും ഇല്ലടി മോനെ, എനിക്ക് ഒറ്റയ്ക്ക് ഓടണ്ട, സൂചിച്ചോണ്ടുണ്ടായിരുന്നു എനിക്ക് ഓടണം. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം. ശരിയാണ്. കാരണം ആൺകുട്ടി ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ആൺകുട്ടി വീട്ടിലേക്ക് അച്ഛനും പെങ്ങൾക്ക് ഭാര്യയ്ക്കുള്ള സാധനങ്ങൾ നമ്മൾ ആൺകുട്ടികൾ കൊടുക്കും. ഇപ്പൊ പെൺകുട്ടികളും ഇക്കാലത്ത് പോകുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു ഗ്രഹനാഥൻ ഇല്ലാത്ത വീട്ടില് ആ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റിന്റെ കാര്യമാണ്. അതിപ്പോ എന്തിതായാലും ആ ചേച്ചി, ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ചേച്ചി വേറെ ഒറ്റതിനുമില്ല ഒരു മോശമായിട്ടുള്ള പേരോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. എല്ലാ ആക്ടേഴ്സും ചെയ്യണ പോലെ ആ ചേച്ചിക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ആക്ടിങ് എന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് ആ ചേച്ചി സുജേട്ടന്റെ ഫെയിമിൽ വരുന്ന കാരണം കൊണ്ട് ആ ചേച്ചിനെ ഫസ്റ്റ് തന്നെ എല്ലാവരും അറിഞ്ഞു. നമുക്ക് എപ്പോഴും ക്ലച്ച് പിടിക്കാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ എന്ത് സാധനം ചെയ്താലും. പക്ഷെ ചേച്ചിനെ സംബന്ധിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ ഓടുന്നിടം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പലതവണ ഷൂട്ടിന് പോകുന്ന സമയത്ത് മകൻ വിളിക്കാറുണ്ട്, പൈസ വേണം ചേച്ചി, ചെറിയ പൈസ ഉണ്ടെങ്കിൽ പറയും എടാ ഫണ്ട് ഞാൻ അയച്ചുതരാം. ഓൺ ദ സ്പോട്ടിൽ അയച്ചു കൊടുക്കാറുണ്ട്. വീട്ടിലേക്ക് അച്ഛൻ വിളിക്കും, ഇന്ന പോലെ വീട്ടിലേക്ക് നൃത്തപ്പന് വേണ്ടിയിട്ട് മിഠായി മേടിക്കണം പറയും, ചേച്ചി പറയും അയച്ചു കൊടുക്കും. ഇതൊക്കെ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കുടുംബത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ആ ആള് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരൊറ്റ ആളും വന്നിട്ട് മോളെ 10 രൂപ നിന്റെ കയ്യിൽ തന്നെ കൊടുക്കുന്ന് പറഞ്ഞിട്ട് കൊടുക്കുമായിരിക്കും. ഒരു ലിമിറ്റ് ഉണ്ട്, ഒരാൾക്കാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. എന്ത് കാര്യത്തിനും നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോ ചേച്ചി ഇങ്ങനെ ഓടിയില്ല എന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് ആക്സിഡന്റ് ആയിട്ട് പിറ്റേ ദിവസം മൂപ്പര് വീണ്ടും ഷൂട്ടിന് പോയേക്ക്. ആ കുട്ടി പിന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ ഇരിക്കണം, പിള്ളേരെ നോക്കാൻ എന്ത് ചെയ്യണം? അങ്ങനെ ചേച്ചി എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്ത് 10 രൂപ സമ്പാദിക്കുന്നതിൽ എന്താ തെറ്റെന്നുള്ള രീതിയിൽ ചേച്ചീന്റെ സൈഡ് കുറെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിക്ക് ഇപ്പം അത് ഓർക്കുമ്പോൾ, അതായത് നെഗറ്റീവ് കമന്റ്സ് കുറെ അധികം മാറിയിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ ചേച്ചിക്ക് സന്തോഷമില്ലേ? ഹാപ്പി. ഞാൻ എന്നെ സംബന്ധിച്ച് നെഗറ്റീവ്സും ഞാൻ വിഴുങ്ങും, പോസിറ്റീവ്സും ഞാൻ വിഴുങ്ങും. രണ്ടും ഹാപ്പിയാണ്. ഞാൻ പറയുന്ന പോലെ ഇനിയും പറയണം, ഓരോ നെഗറ്റീവ്സും എനിക്ക് പൂമാലകളാണ്, പോസിറ്റീവ്സ് എനിക്ക് ഹാപ്പിനെസ് ആണ്. സോ എന്തായാലും ഈ പറഞ്ഞാലും പ്രതീക്ഷ പറഞ്ഞാലും മറ്റേ നെഗറ്റീവ് കമന്റ്സിന് ഉണ്ടാക്കുന്ന ഒരു ത്രില്ല് ഇത് മറ്റേ സിനിമയിൽ ഇങ്ങനെ കുറെ ആൾക്കാരെ കരയുമ്പോഴേ സൈക്ക് പോലെ അതുപോലെ നെഗറ്റീവ് അവറ്റകളുടെ കരച്ചിലേക്കാൻ എന്റെ അമ്മ ഒന്നും പറയാനില്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഒരു കരിമിഴി കണ്ണാലെ ആൽബത്തിനകത്തിലെങ്കിലും നിങ്ങൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ഹഗ് ചെയ്തിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊക്കെയുള്ള അഭിനയമൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വൈഫ് വല്ലോ പറഞ്ഞു? വൈഫ് ഇല്ല. അതിന്റെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അതില് റൊമാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നാളെ വേറൊരു ആള് ഒരു ഡയറക്ടർ ഒരു മൂവിയിൽ കിട്ടി, ആ ഡയറക്ടർ പറയണ വലിയൊരു നമ്മളെക്കാട്ടിയും വലിയൊരു ആക്ടറാണ് നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അവര് ജസ്റ്റ് പറയണ് അടുത്ത സീന് നീ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ വെക്കണ സീനാ പറഞ്ഞാൽ സിനിമ കിട്ടിയ ഒരാളെന്താ ചെയ്യാ? അയ്യോ പറ്റില്ല, എന്റെ ഭാര്യ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മൾ അതേതാണ് എന്റെ വീട്. എന്നെ സംബന്ധിച്ച് സിനിമയും ആൽബം എല്ലാം സെയിം ആണ്. എനിക്ക് അഭിനയമാണ്. സോ എനിക്കിപ്പോ ഒരു ഷോർട്ട് ഫിലിം വന്നാലും സിനിമ വന്നാലും വലിയ സിനിമ വന്നാലും ആൽബം വന്നാലും എല്ലാം ഞാൻ ഒരേ ലെവലിൽ, അതായത് എന്നെ സംബന്ധിച്ച് അഭിനയം എന്ന ഒരു മേഖല പല രീതിയിലുള്ള, ഇപ്പൊ ഞാൻ നാടകത്തിൽ ചെയ്യുന്നു, അതും അഭിനയമാണ്. സോ എല്ലാം ഒരുപോലെയാണ്. ഇപ്പം റീലിലാണേലും റീല് മാത്രം നമുക്കൊരു, പണ്ട് ദാസേട്ടൻ പറഞ്ഞ പോലെ റീലിൽ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, നമുക്കൊരു കുറച്ച് എന്താ പറയാ അതിരൊക്കെ ഉണ്ട്. പക്ഷെ സിനിമയും ആൽബം ഒന്നും അങ്ങനെയല്ല. കാരണം ഈ പ്രതീഷിന്റെ വൈഫിന് അറിയാം, പ്രതീഷിന്റെ വൈഫിന് അറിയാം പ്രതീഷിന്, അതുപോലെ പ്രതീഷിന്റെ വൈഫിന് ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്, ഈ കുട്ടി നന്നായിട്ട് ഒരു നടനാകണമെന്ന് ആ കുട്ടിക്ക് ആഗ്രഹമുണ്ട്. ആ കുട്ടി അതുകൊണ്ടല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ആൾക്കാർ അങ്ങനെ സമ്മതിച്ചു എന്ന് വരില്ല. കറക്റ്റാ പറഞ്ഞത്, സമ്മതിച്ചു എന്ന് വരില്ല.
അതെ. അപ്പൊ ആ കുട്ടി നല്ല അതുകൊണ്ടല്ലേ എന്നോട് മിണ്ടത്. ആ കുട്ടി എപ്പോഴും എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കും. അത് വൈഫിന് ഇതുപോലെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല? അവൾക്കുണ്ട്, പക്ഷെ ഈ മോളൊക്കെ ഉള്ള അവൾക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങള് യൂട്യൂബ് ചാനൽ പാലക്കാട് ഫാമിലി ചാനലുള്ളതുകൊണ്ട് ചാനലായിട്ട് പോകും. പിന്നെ ഇടയ്ക്ക് റീൽസ് എടുക്കാറുണ്ട്. അവൾക്കും ഇങ്ങനെ ആഗ്രഹമുണ്ട് ഒരു ആൽബം ചെയ്യണം. വരും ദിവസങ്ങളിൽ പറ്റുവാണെങ്കിൽ ചേച്ചി ഒരു അങ്ങനെ വരുമ്പോ നല്ലൊരു നിങ്ങള് ഹിറ്റ് പോകുമ്പോട്ട് പോവല്ലേ, ചേച്ചി ഒരു ഗ്യാപ്പ് കൊടുത്താൽ അത് ഷുവർ. എനിക്കിനി ഇപ്പൊ പ്രതീക്ഷ അല്ല, ഇനിയിപ്പൊ അടുത്ത ദാസേട്ടൻ വിളിച്ചാൽ ഞാൻ അവിടെ പോയി അഭിനയിക്കും. അടുത്ത വേറെ ആൾ വിളിച്ചാൽ അവരുടെ കൂടെ അഭിനയിക്കും. അതെ, 6 ഗ്യാപ്പ് ഇടുന്ന അമ്പരം. ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് പോരും, വേഗം വരണം. ഭാഗ്യാണ്. അത് കൊള്ളാം. അത് അതിനുശേഷം പിന്നെ കുട്ടി നൈഹ എന്നാണ് പേര്, അച്ചു എന്ന് വിളിക്കും. ആൾ LKG പഠിക്കുന്നേ. ആള് നല്ല രസമാണ്. രേണുവിന്റെ എങ്ങനെ അറിയാ, ചേച്ചിന്ന് വിളിക്കുക. രേണു രേണു അച്ഛന് ഫോണില് അച്ഛൻ രേണു ഇങ്ങനെ ട്രോള് വരുമല്ലോ, അച്ഛന് കെട്ടിപ്പിടിക്കണ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ഫോണൊക്കെ വീഡിയോസ് നല്ല ആക്റ്റീവ്. അതിന് ദേഷ്യമുണ്ടോ അമ്മേനെ അല്ലാണ്ട് ഒരു സീൻ അല്ല, അത് മൂപ്പര് അങ്ങനെയാണ് വീട്ടിലിരിക്കുന്നത്. അങ്ങനെ ആള് ഭയങ്കര അല്ല കുഞ്ഞുങ്ങൾക്ക് ആള് പാവമാണ്. ആൾക്ക് അതിലൊരു എന്താ പറയാ അറിഞ്ഞു വരുന്നൊരു കുഞ്ഞുവാവയുടെ സ്ഥലത്ത് അമ്മയാണെങ്കിൽ വീട്ടിലിരിക്കത്തുള്ളൂ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. എനിക്ക് കേട്ടിടത്തോളം അമ്മ ഭയങ്കര സപ്പോർട്ടീവ്. അമ്മ അതല്ല, അച്ഛനായാലും അമ്മയായാലും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അമ്മ ലാസ്റ്റ് ഞാനിപ്പോ ഷൂട്ട് കഴിഞ്ഞ സിസ്റ്റർ എല്ലാവരും, കാരണം അമ്മ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞ സമയത്ത് ഞാൻ വീട്ടില് കണ്ണൂർ പോയിട്ട് വന്ന സമയത്ത് ന്യൂസ് ചാനൽ പറഞ്ഞാൽ ഈ ഓൺലൈൻ ന്യൂസുകാർ ഇങ്ങനെ പുതിയ ആൽബത്തിൽ പ്രതീഷ് രേണു പറഞ്ഞിട്ട് പ്രതീഷ് പ്രകാശ് എന്നാ പറഞ്ഞ അച്ഛന്റെ പേരൊക്കെ അതിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അമ്മക്ക് പെട്ടെന്ന് ഭയങ്കര ഇമോഷനായി. കാരണം ഞാൻ കുറെ കാലം ഇതിന്റെ ബാക്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആവണം. അമ്മ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ പേര് ഒരു പേര് നല്ല നിലയിൽ. കാരണം അച്ഛനത്തൊക്കെ വന്നിട്ട് കൂടെ ആരാ ഉള്ളത് മുന്നോട്ട് എന്നെ മാറ്റി. ചേച്ചി അതിന് മെയിൻ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റും. കാരണം എന്റെ അച്ഛന് സൈക്കിൾ പണിയാ. അപ്പോ പല ആൾക്കാരായിട്ട് സൈക്കിൾ നേരാക്കാൻ വരുമ്പോ അച്ഛൻ ഇങ്ങനെ അപ്പൊ അച്ഛൻ്റെ തോന്നി ചോദിക്കുന്നു, മകനെ വീഡിയോയിൽ കണ്ടായിരുന്നു കേട്ടോ, രേണു പറഞ്ഞ കൊച്ചിന്റെ ഒപ്പം കണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അത് അച്ഛനൊരു സന്തോഷമുള്ള കാര്യമാണ്, അതേപോലെ അമ്മയ്ക്കും സന്തോഷമുള്ള. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അത് അങ്ങനെയൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരാണ്. അത് ആ ഒരു ലെവൽ തന്നെയാണ്. അത് പക്ഷെ പല ആൾക്കാർക്കും അറിയില്ല. ഒന്നാമത്തെ കാര്യം ആളിനെ കുറിച്ച് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവള് ഭയങ്കര ഒരു ഇതാണ്, അവള് ഇങ്ങനെ ഞാൻ കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല. പല ആൾക്കാരിനും കമന്റ് ബോക്സ് പോക്കി കേസാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പച്ചക്ക് ഞാൻ പറഞ്ഞു പോക്കി കേസാ പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ പല ആൾക്കാരുടെ ഒപ്പം നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരുടെ ഒപ്പം നടക്കണം കണ്ടിട്ടില്ല. ഷൂട്ട് കഴിഞ്ഞു നേരെ വണ്ടി കയറി നേരെ വീടെത്തി. പിന്നെ അവിടെ നിന്ന് വീടെത്തിയോണ്ട് ഇത്ര മാത്രം ഞാൻ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടറെ മൂപ്പൻ്റെ തോന്നിയില്ല. 1% തോന്നിയാൽ കൂടി ഞാനിപ്പോ ഇത് പറയുമായിരുന്നു. എനിക്ക് അങ്ങനെ ക്യാരക്ടർ മൂപ്പൻ്റെ തോന്നിയിട്ടില്ല. ആളിനെ അറിയുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ട് രേണുസുതി ആരാന്നുള്ളതും ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാം. അത് എനിക്ക് കറക്റ്റ് ഒരു ഇപ്പൊ പരിചയം വെച്ചിട്ട് എനിക്ക് ഷുവറായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് രേണു ചേച്ചിയെ കണ്ടിട്ടാണ് ഞാൻ മെയിൻ, അതായത് നമ്മള് വീഡിയോസിൽ കാണുന്ന പോലെ ആരെയും വിലയിരുത്തരുതെന്നുള്ളൊരു കാര്യം മെയിൻ ആയിട്ട് മനസ്സിലാക്കിയത് രേണു ചേച്ചിയുടെ അടുത്ത്. ഈ പറഞ്ഞ പോലെ തന്നെ കമന്റ് സെക്ഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ രേണു ചേച്ചിയെ പറ്റി നമുക്ക് വിചാരിക്കാണെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ. ഇതുപോലെ ഏതെങ്കിലും ഒരു കൂടെ അഭിനയിച്ച ആൾക്കാരെ ആണെങ്കിലും ഇതുപോലെ പ്രതീക്ഷിനെ പോലെ ആരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ദാസേട്ടന് വേണ്ടി നല്ല കൂട്ടായിരുന്നു. ആളുടെ കൂടെ അങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ കെയറിങ്ങോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ട്. പക്ഷെ എന്നാലും വിളിക്കും, സംശയം നേരിൽ കാണുമ്പോൾ ഇവനെ പോലെ ഇവൻ മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മളെ കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര പക്കയാണ് ദാസേട്ടനും. ഒരു സൈഡിൽ നോക്കിയാൽ ഏട്ടനും നല്ല കെയറിങ് ഞങ്ങൾ ഒരുമിച്ച് യാത്രയൊന്നും ചെയ്തില്ല ഇന്ന് വരെ. അങ്ങനെ ഒരു അവസ്ഥ ഒന്നും വന്നിട്ടില്ല. ഞങ്ങള് ഷൂട്ടിന് കണ്ട് തിരിച്ച് ഞാൻ എന്റെ വീട്ടില്, ആള് കോഴിക്കോട്, അങ്ങനെ. പക്ഷെ ഇവനുമായിട്ട് ആൾ ഇത്ര കൂടുതലും എന്താ പറയാ, ഞാൻ പറഞ്ഞു ഞാൻ ചെറുതായിട്ട് വഴക്ക് പിടിക്കും ഇവന്റെ മുഖം കാണാൻ വേണ്ടി. അന്നേരം ഇവൻ ഡൗൺ ആവും. അന്നേരം ഷൂട്ട് അവസ്ഥ മറ്റേ ലാസ്റ്റ് തൻസീർഖാന്റെ വർക്ക് പറഞ്ഞില്ലേ, ആ വർക്ക് ക്ലൈമാക്സിന് എടുക്കുക. എന്നെ കാറിൽ എന്നിട്ട് ഇന്ന് ട്രോള് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവര് രണ്ടുപേര് തമാശക്ക് പോകുന്ന ട്രോളി ഞാൻ സീരിയസ് എനിക്ക് ആ ടെൻഷനായി. ഇവരിന്നിട്ട് പോയി ഇവിടെ ഡ്രസ്സൊക്കെ മാറി. ഞാൻ ഡ്രസ്സ് മാറുമ്പോ ഈ ചേച്ചി ഇത് ഇങ്ങനെ പറഞ്ഞു ചേച്ചാ എന്തുപോലെ പ്രശ്നമുണ്ടോ, എനിക്ക് ആ ടെൻഷനായി. ഷോർട്ട് വെക്കുമ്പോ തൻസീർക്ക ക്ലോസാ വെക്കുന്നത്. തൻസീർക്ക നിനക്ക് എന്താ പറ്റിയത്, ചേച്ചി മിണ്ടല്ലോ
ഞാൻ എന്താ പറയും ഈ കാര്യം ഞാൻ വിട്ടു. പിന്നെ ഞാൻ ചെന്ന് എടാ ഞാൻ ചുമ്മാ പറഞ്ഞ ആണോ ചേച്ചി ഓക്കെ. പിന്നെ ചെറുക്കൻ പൊളിച്ചടിക്കും. ടെൻസർക്ക് അങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് ബാ പറഞ്ഞിട്ട് എന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് എടാ ഞങ്ങൾ ചുമ്മാ ആളിങ്ങനെ ചെയ്യും. ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല പോയി നിക്ക്. എന്നിട്ടാണ് ആ ഷോട്ട് എന്റെ അടുത്ത് പറഞ്ഞ് രേണു ചേച്ചി അവന്റെ അടുത്ത് പിണങ്ങിയെന്ന് അത് സംഭവം എന്താണ്, നമുക്ക് ചില ആൾക്കാർ നമ്മുടെ അത്ര ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെറിയൊരു ഇതും കൂടി നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാവും. എനിക്ക് പരിചയപ്പെട്ട മുതൽ എനിക്ക് ചേച്ചിന്റെ അടുത്തേക്ക് ഭയങ്കര കാര്യം. പെട്ടെന്ന് ആള് ഡൗൺ ആയപ്പോ നിനക്ക് മാത്രല്ല അമ്മൂസിനും കാര്യം. അപ്പൊ നമുക്ക് മൊത്തത്തില് ഒരു ഇതുണ്ടായിരുന്നു ചില സമയങ്ങളിൽ. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഇപ്പം ഈ ആൽബത്തിലൊക്കെ കൂടുതലും അഭിനയിക്കുകയാണ്. ഇനി നാളെ നിങ്ങളെ ചേർത്തൊരു ഗോസിപ്പ് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? പറയണവര് പറയട്ടെ പറയും. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യോന്നുണ്ടാവും. അല്ല ഞാൻ മൂപ്പരൊക്കെ ഓൾറെഡി പ്രൊഫഷണൽ ആയിട്ട് ഇതൊക്കെ നേരിടാൻ പഠിച്ച ഒരാളാണ്. എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിപ്പോ എക്സ്പീരിയൻസ് ചെയ്ത് വന്നോണ്ട് ഇതുവരെ വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാനത് ഒരു ഇതുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഓപ്പണായി പറയാം. പക്ഷെ അത് ഞാൻ തരണം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഇത് നോക്കും. കാരണം അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. അതുല്യ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പായി. എന്റെ കരിയർ ആണെങ്കിൽ ശരി, അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ആൾക്കാർ പറയട്ടെ. അത് രേണു ചേച്ചിയെ പറ്റി ഒരു ഗോസിപ്പ് വരുമ്പോ അറിയാലോ, യൂട്യൂബ് വീഡിയോസിനൊക്കെ തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ അനുഭവിച്ചു. ജസ്റ്റ് ആളുടെ ഒപ്പം വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടു. 1.5 മിനിറ്റിന്റെ വീഡിയോ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം ഒരു ചാനല് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തുമായി രേണുസുധിയുടെ നായകൻ പ്രതീഷ് പുതിയ അടുത്ത ചാനലിൽ ഇട്ടേക്കുന്നു. നായകൻ രേണുസുധിയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് നായകൻ പ്രതീഷ്. ഞാൻ അപ്പൊ തന്നെ കേട്ടു എന്ത് പണ്ടാരോ. നമുക്ക് എന്റെ ആ വീഡിയോ ഞാൻ കേൾക്കത്തൊന്നുമില്ല, എനിക്കറിയാതെ എത്രത്തോളം ഞാനാണെങ്കിൽ കുത്തിപ്പിടിച്ച് എല്ലാം കാണും. അതെ, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാകുമ്പോ സ്വാഭാവികമായിട്ടും ടെൻഷൻ അടിക്കും. ഇവരായിട്ടും ഗോസിപ്പ് വന്നിട്ടില്ല. ഗോസിപ്പ് ഇനിയും വരുന്നവരോട് ഞാൻ പറയാണ്, ഇതെന്റെ അനിയനാണ്, ഇവന്റെ ചേച്ചിയാണ്. ഞാൻ നിങ്ങള് എനിക്ക് പ്രശ്നമില്ല ഗോസിപ്പ് ഉണ്ടായാൽ ഇവനെ വെറുതെ വിഷമിപ്പിക്കാൻ. ചേച്ചി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം എനിക്ക് വിഷയമല്ല. ഞാൻ എന്ത് ഗോസിപ്പും ഇങ്ങോട്ട് പോയി ഈ ചെക്കനെ വെച്ചിട്ട് പറയുന്നത് അത്രേ ഉള്ളൂ. മാങ്ങയുള്ള മാവിലെ ആൾക്കാര് കല്ലെറിയും, അത് മനസ്സിലാക്കിയാൽ മതി. അതെ ചേച്ചി, ഇതിപ്പോ ഇവിടെ എത്ര പറഞ്ഞിട്ട് ആൾക്കാര് പറയും. അല്ല, അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. ആൾക്കാർക്ക് പറയാം, പല രീതിക്ക് പറയാം. നമ്മൾ മെയിൻ വിഷമം നിൽക്കും. അത് നീ കുറച്ചു നേരം എനിക്ക് അതന്നെ പറഞ്ഞേ. ആൾക്കാര് പലരും പറയട്ടെ, ഇത്ര പറഞ്ഞ പോരെ. എത്ര നേരം നിൽക്കും അത് ആ വിഷമം. അതറിഞ്ഞിട്ട് വേണം. അതാ, അത് ഓൾമോസ്റ്റ് ചിലതൊക്കെ ഒരു അരമണിക്കൂർ നിൽക്കും. അത്രേ ഉള്ളൂ. അടുത്ത കമന്റ് വരുമല്ലോ, അപ്പോഴേക്ക് അടുത്ത കമന്റ് പോയി. അടുത്ത കമന്റ് നോക്കി ഞാൻ അടുത്ത ടെൻഷൻ. അപ്പൊ ഇതിന്റെ മാറി ഞാൻ അടുത്ത ആളെ പോകും. ഈ ആൽബത്തിലൊക്കെ അഭിനയിച്ച സമയത്ത് ഈ കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒക്കെ സീനൊക്കെ വന്നപ്പോ എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും? എനിക്ക് എന്നെ സംബന്ധിച്ച് അഭിനയമാണ്. അത് എനിക്ക് കംഫർട്ടബിൾ ആണോ പ്രതീഷിനോട് എനിക്ക് ഇതിപ്പം നമ്മുടെ ഉള്ളിൽ കംഫർട്ടബിൾ അല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ അഭിനയിച്ച എന്റെ കാര്യമല്ല, അഭിനയമായിട്ട് കാണുന്നവർ അഭിനയിച്ചേ പറ്റത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിലും പോലും ഞാൻ അഭിനയിക്കും. അഭിനയം എന്റെ പാഷനാണ്, എന്റെ ജോലിയാണ്. സോ അത് ഞാൻ കെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് ഓക്കെ ആണോ ഞാൻ ചെയ്യും. അതുപോലെ എന്റെ വസ്ത്രധാരണം എനിക്ക് ഓക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്ത് ഞാൻ ഫോട്ടോഷൂട്ടും ചെയ്യും. മുന്നോട്ട് എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ടും ചെയ്യും. സിനിമ എന്താണ് അഭിനയിക്കുക അതെല്ലാം അഭിനയിക്കും. അതെന്റെ നമ്മൾ ഓക്കെയാണ്. എനിക്കങ്ങനെ അയ്യോ അവനുമായിട്ട് അങ്ങനെ അങ്ങനെയുള്ളവർ വീട്ടിലിരിക്കാൻ പറ്റില്ല. എന്തിനാ അഭിനയിക്കാൻ വന്നത്? അയ്യോ എനിക്ക് പറ്റത്തില്ല, കെട്ടിപ്പിടിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പിന്നെ എന്തിനാടി എന്നോടാട്ടോ, പിന്നെ എന്തിനാടി രേണു നീ അഭിനയത്തിനോട്, നീ വീട്ടിലിരിക്കാൻ പറ്റില്ല, ഞാൻ എന്നോട് ചോദിക്കും. സോ എനിക്കന്ന് വിഷയമല്ല. ഇപ്പൊ ചേച്ചിയെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് എത്ര എക്സ്ട്രീം സിറ്റുവേഷൻ ആയിരിക്കണം? അല്ലെങ്കിൽ സിറ്റുവേഷൻ അഭിനയത്തിലും ഞാൻ പച്ചക്ക് പറഞ്ഞ ലിപ് ലോക്ക് എനിക്കത് അയ്യോ പറ്റില്ല എന്ന് ഞാൻ പറയും. അത് വന്നിട്ടുണ്ട്. ഒരു സൈനയിൽ കൊടുക്കാനുള്ള ഒരു മൂവി ഉണ്ടായിരുന്ന ആ മൂവിയിൽ ഇങ്ങനെ ഒരു പറഞ്ഞത് ഒരു സീൻ വന്നപ്പോ ജസ്റ്റ് ഒരു ലിപ്പ്, അപ്പൊ ഞാൻ അയ്യോ എനിക്കത് പറ്റൂല. ഓക്കെ ചേച്ചി റെഡി, ചേച്ചിയുടെ കംഫോർട്ട് ചെയ്തോളൂ. ലിപ് ലോക്ക് ഒക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാം. ബാക്കി ഹഗ്ഗും അല്ലെങ്കിൽ വേറെ എന്താ പറയാ നമ്മള് ഇങ്ങനെ ഹഗ് ചെയ്യുന്നതൊന്നും നമുക്ക് വിഷയമല്ല. അഭിനയത്തിന് പക്ഷെ ലിപ് ലോക്ക് എനിക്ക് പറ്റില്ല. ഡ്രസ്സിങ്ങിലാണെങ്കിലും ആ ഒരു ലിമിറ്റ് എന്തായിരിക്കും? ഇത് പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഞാൻ എന്റെ പൊന്നൈശ്വര്യ ഒരു ഉദ്ഘാടനത്തിന് പോയി. ലെസി ചേച്ചിന്റെ, എന്റെ ഫ്രണ്ടാണ് ചേച്ചി. അവിടെ പോയിട്ട് എന്റെ മോളിൽ നിന്നാണോ എന്തായാലും തിരിച്ചു വന്നില്ല, ട്രെയിനിൽ ചുമ്മാ നോക്കിയതാ.
രേണുസുതി കാണിച്ചു തുടങ്ങി, ഇതാ കണ്ടോളും ഞെട്ടും. പിന്നെ ഈ കഴുത്ത് ഞാൻ ആദ്യമായിട്ട് ഇടുക ഡ്രസ്സ്, ലൈഫിൽ ആദ്യമായിട്ട് ഇടും, കൊളാബ് ചെയ്ത ഡ്രസ്സാണ്. ഞാനത് ഇട്ട് നോക്കിയൊന്നുമില്ല, ഫിറ്റ് എനിക്കൊന്നും അറിയാം. ഇട്ട് ചെന്നപ്പത്തേന് കഴുത്തിറങ്ങിയേനെ എന്റെ, അത് നേരെ ആംഗിൾ എടുത്താൽ കുഴപ്പമില്ല, പക്ഷെ അത് നല്ല രീതിയിൽ ഏതായാലും അത്യാവശ്യം വൈറലായി, നല്ല രീതിയിൽ പോയി ആ സംഭവം. അത് എനിക്ക് തോന്നുന്നു ഇപ്പം വേറെ വേറെ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ വരെ രേണു വയറ് കാണിച്ചത് കണ്ടോ, വയറ് എനിക്കറിയില്ല, പ്രശ്നമായിട്ട് വരുന്നത് ഞാനൊരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പൊതുശല്യം എന്നല്ല, അതായത് ചേച്ചി ചെയ്യുന്നത് എല്ലാരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ ലിപ് ലോക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട്, ഉണ്ട്. വയറ് കാണിച്ചിട്ടാണെങ്കിൽ ശരി, നമ്മളിപ്പോ ഡ്രസ് അല്ല, നിങ്ങളുടെ ചേച്ചി മാത്രമല്ല, ജസ്റ്റ് ഇപ്പൊ സ്കേർട്ടും ടോപ്പ് ഇട്ട നല്ല രീതിക്ക് ഉള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഐറ്റം സോങ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരിനെയൊക്കെ ആൾക്കാർ കാണുന്ന സമയത്ത് ആക്ടറിനെ കാണുന്നു, ഒരു നെഗറ്റീവ് വരുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കിടന്ന് ഓടുന്ന ആൾക്കാരിനെ തെരഞ്ഞു പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. രണ്ടും ചെയ്യുന്നതിന് വേറെ ആളുകൾ ചെയ്യുന്നതിന്റെ ഒരു 10% പോലും ഇവിടെ ചെയ്തിട്ട് എനിക്ക് ഇതൊരു വിഷ്വൽസിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നാണ് നമുക്ക് പല കാര്യത്തിലും മനസ്സിലാവാത്തത്. മെയിനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലും അഭിനയിച്ചതിന് ശേഷം, ആൽബം പുറത്തിറങ്ങിയതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കമന്റ്സോ കാര്യങ്ങളോ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? കല്യാണത്തിന് പോയ സമയത്തൊക്കെ ഇപ്പൊ വൈഫിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്, അപ്പൊ അവിടത്തെ കുറെ ആൾക്കാരൊക്കെ 1-2 പേരൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന്. അതിനൊക്കെ മറുപടി കറക്റ്റ് ആയിട്ട് നമ്മുടെ വൈഫ് ഹൗസിലെ ആൾക്കാരനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവന്റെ ജോലിയാണ്, അവൻ ചെയ്യുന്നുണ്ട്, അതിൽ അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. ഈ വൈഫിന്റെ വീട്ടുകാര്, വൈഫ് ഭയങ്കര സപ്പോർട്ടാണ്, വൈഫിന്റെ വീട്ടുകാർ എപ്പോഴെങ്കിലും ഇല്ല, അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ട് എന്റെ ഫാമിലിയിൽ, വൈഫ് ഹൗസ് ആണെങ്കിൽ ശരി, എന്റെ വീട്ടിലാണെങ്കിൽ ശരി, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പെങ്ങളുടെ വീട്ടുകാരാണ് ശരി, അളിയൻ, പെങ്ങളുടെ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ, നമ്മുടെ വീഡിയോസ് അവരുടെ ഇപ്പൊ ആൽബം ഇറങ്ങിയിട്ട് അത് അവരെല്ലാരും കൂടി അവരുടെ ഫാമിലി ഇരുന്നിട്ട് രാത്രി ഒരുമിച്ച് ഇരുന്നിട്ടാ കാണുന്നത്. അതന്നെ എനിക്ക് വലിയ സന്തോഷം. കാരണം ഒരു നായകൻ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലും അഭിനയിക്കണം അല്ലെ. ഇപ്പൊ ഒരു പെണ്ണിന്റെ കൈ പിടിക്കാതെ, ഞാൻ പണ്ടത്തെ പോലെ അല്ലെങ്കിൽ ക്യാമറ ട്രിക്കാണ് ഇങ്ങനെ വെക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ ഇരുത്തണം അല്ലേ. ഇവര് ഭയങ്കര സപ്പോർട്ട്, ഇവരുടെ കാര്യമല്ല, ഇവര് സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നെഗറ്റീവ് പറയുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഭർത്താവിനെ അഭിനയിക്കാൻ വിടുന്നത്? വീട്ടിൽ ഇരുത്തിക്കൂടെ? തൊടത്ത് പിടിക്കത്തില്ല, അല്ലെങ്കിൽ തൊട്ടും പിടിച്ച് മാത്രമാണ് അഭിനയം എന്ന് ചോദിച്ചാൽ അല്ല. അഭിനയത്തിൽ പല മേഖലകളുണ്ട് അല്ലെ. അഭിനയത്തിൽ റൊമാൻസ് ചെയ്യുമ്പോഴത്തേന് കയ്യിൽ പിടിക്കേണ്ട വരും, ഇങ്ങനെ പിടിക്കേണ്ട വരും. അത് അഭിനയമാണ്, അത് അഭിനയമായിട്ട് കാണണം. അതൊരു പാഷനായിട്ട് എടുക്കുന്നവര് അത് അഭിനയമായിട്ട് കാണണം. ആ കാര്യത്തിൽ പ്രതീക്ഷ ഭാഗ്യവാനാണ്. ഇതുവരെ എനിക്ക് അറിയാവുന്ന പ്രതീക്ഷിന്റെ ഫാമിലി അവര് ഫുൾ സപ്പോർട്ടാണ്. അല്ലെങ്കിൽ അയ്യേ ഇപ്പൊ പ്രതീക്ഷ പറഞ്ഞ പോലെ കല്യാണത്തിന് ചെന്നപ്പോ അവര് പറഞ്ഞു അയ്യോ എന്തിനാ എങ്ങനെയൊക്കെ, അവരുടെ ഫാമിലി അവരുടെ ഇത് പറയാം മൈൻഡ്. പക്ഷെ ഇതിന്റെ പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഇതേ കുറെ ആൾക്കാര് ചേട്ടാ രേണു ചേച്ചിന്റെ ഒപ്പം അഭിനയിച്ച ചേട്ടനല്ലേ, ഇത് എന്റെ പേരല്ലേ ചോദിക്കുന്നേ, രേണു ചേച്ചിന്റെ ഒപ്പം ആൽബം അഭിനയിച്ച ചേട്ടനല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ തോന്നുന്നു ചോദിക്കുന്ന ആൾക്കാർ. കാരണം നമ്മുടെ പേരിനെക്കാട്ടിയും കൂടുതൽ ആളുടെ പേരാണ് കൂടുതലായിട്ട് എനിക്ക് അവിടെ വരുന്നത്. അങ്ങനെ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഒപ്പം വന്ന് സംസാരിക്കുന്ന സ്നേഹിക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ വരുന്ന ട്രെയിനിൽ 2-3 ആൾക്കാർ വന്നിട്ട് ചേച്ചിനെ അന്വേഷണം പറയാൻ പറഞ്ഞു, അന്വേഷണം പറഞ്ഞേക്കിട്ടോ, അങ്ങനെ കുറെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടില്. നമ്മളെ മനസ്സിലാക്കുന്ന ആൾക്കാർ അത് ഭാഗ്യവാൻ തന്നെയാണ്. കാരണം ആ ഒരു കാര്യം ഞങ്ങളുടെ വീട്ടിൽ തന്നെ അവിടുത്തെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ അമ്മ അടുത്ത് മകളുടെ ഏട്ടനെ കണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പറയുന്ന അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നമ്മളടുത്ത് ഇങ്ങനെ പറയും, എടാ ഇങ്ങനെ ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നോ, ഓ സന്തോഷം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ പറയുന്ന പോലെ പ്രതീക്ഷ ഈ പറയുന്ന പോലെ വർക്ക് ലൈഫും ഈ പറയുന്ന പോലെ ആക്ടിങ് ലൈഫും ഒക്കെ ബാലൻസ് ചെയ്ത് ഇതിലോട്ട് വന്നത് വെറുതെ ആയില്ല. നല്ലൊരു എക്സ്പോഷർ തന്നെ അല്ലേ ഈ ഒരു ആൽബത്തിലൂടെ കിട്ടുകയും ചെയ്തു. എന്താ പറയാ, ചേച്ചിക്കും എന്താ പറയാ ഈ പറയുന്ന പോലെ നെഗറ്റീവ് കമന്റ്സിൽ ഒന്നും അല്ലാണ്ട് ചേച്ചിക്കും വേണ്ട ഒരു പേരിനെ തന്നെ പ്രതീക്ഷയിലൂടെ കിട്ടുകയും ചെയ്തു അല്ലേ ചേച്ചി? എനിക്ക് തോന്നുന്നു കൂടുതലും ഇനി കൂടുതൽ വർക്ക് വരുന്നത് പ്രതീക്ഷന്റെ കൂടെ ആണെങ്കിൽ ചേച്ചി കുറച്ചും കൂടെ ഓക്കെ ആയിരിക്കും. അതെ അതെ, അത് ഞാൻ എന്റെ പേഴ്സണലി പറയാം, ഓക്കെയാണ്. അതെ. അപ്പം എന്താ ഇനി അവസാനം ഈ ഒരു വീഡിയോന്റെ അവസാനം അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ അവസാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്?
പ്രതീക്ഷ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞു മടുത്താണ് ഇവരുടെ പ്രേക്ഷകരോട്. ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഇവരുടെ പ്രേക്ഷകരോടാണ്. മെയിൻ സ്ട്രീം മണ്ണിനോടാണ് ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അത് നീ അത് പ്രതീക്ഷ കാരണം എന്റെ ഒരു ഫാമിലി പോലെ ആണ് ഇവര്. സോ ഞാൻ അവരോടാണ് ഏറ്റവും കൂടുതൽ. നമുക്കൊരു ഇന്റർവ്യൂ സെക്ഷൻ എന്നുള്ള ഒരു ഫീലേ എവിടെയും വരുന്നില്ല. അതെ. ചേച്ചിയെ കാണുന്നു, ഓ ബാ ചേച്ചി നമുക്ക് സംസാരിക്കാം. ക്യാമറ ഫീലേ ഇല്ലെന്നോ. എനിക്കിപ്പോ സംസാരിക്കുമ്പോ എനിക്കും ആ ഒരു ഫീൽ. അതെ, കാരണം അതെ. ഞാൻ ഫസ്റ്റ് കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ടൈമല്ലേ ഇന്റർവ്യൂവിന് മുന്നിൽ നിൽക്കുന്നത്, അയ്യോ, tension ആയിട്ട് ഇവിടെ ചത്ത് എന്തൊക്കെ ആവും എന്നുള്ളായിരുന്നു. പക്ഷെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സായിട്ട് അപ്പുറത്ത് സംസാരിക്കണ ആ ഒരു ഫീൽ വന്നു. ഇത് എല്ലായിടവും കിട്ടില്ല കേട്ടോ, ഇത് അതെ, ഞങ്ങൾക്ക് അതെ. സത്യം എനിക്ക് ഭയങ്കരമായിട്ടൊരു സെറ്റായി തോന്നി. പിന്നെ ആൾക്കാരോട് പറയാനുള്ളത്, ഇപ്പൊ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് പറയാനുള്ള ഒറ്റ പറഞ്ഞ, ഒരാളിനെ മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ തീരുമാനം പറയുക. വേറൊരാളുടെ തീരുമാനം താഴെ കമന്റ് ബോക്സിൽ കൊണ്ട് കമന്റ് ചെയ്യരുത്. അത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യം. ചില മുകളിൽ ആൾക്കാർ അവൾ അങ്ങനെയാണല്ലോ അവ അങ്ങനെയാണ് കമന്റ് ചെയ്യും. അത് കണ്ടിട്ട് തൊട്ടടുത്ത് ആളുടെ മനസ്സിലാക്കണമെന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും വർക്കുകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കുക.